ഓ, ഇതാണ് പറയുന്നത് ഭാഷകൾ പഠിക്കണമെന്ന്. മലയാളം മാത്രം പഠിച്ചുകൊണ്ടിരുന്ന ഇതുപോലെ പൊട്ടം കളിക്കേണ്ടി വരും. അതുകൊണ്ടാ പറഞ്ഞത് വേറെ ഭാഷകളും പഠിക്കണമെന്ന്. എന്തിനി? ഇപ്പൊ ആ പോയ പെൺകുട്ടിയെ കണ്ടില്ലേ? അവൾക്ക് 3 ഭാഷകൾ നല്ല മണി പോലെ അറിയാം. എന്നിട്ട് അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രയോജനം ഇവിടെ നിന്ന് കിട്ടിയ? അതുകൊണ്ട് ഭാഷ അല്ലടോ, വിദ്യയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏത് വിദ്യ? ശ്രീവിദ്യ? എടോ, ഇപ്പൊ ഞാൻ ആ പെണ്ണിന്റെ മുമ്പിൽ നിന്ന് നാണം കെടാതെ രക്ഷപ്പെട്ടത് കണ്ടില്ലേ? ഇതുപോലെ പല വിദ്യകളും ഉണ്ട് എന്റെ കയ്യില്. തനിക്കറിയോ, ഒരു പെണ്ണിനെ വളയ്ക്കാൻ എനിക്ക് 1 മിനിറ്റ് മതി. 1 മിനിറ്റ് ഉണ്ടോ? എന്നാ അത് തന്റെ പരിചയമുള്ള ഏതെങ്കിലും പെണ്ണായിരിക്കും. ഒരു പരിചയം വേണ്ട, ഏത് പെണ്ണാണെങ്കിലും ശരി 1 മിനിറ്റ് കൊണ്ട് വളയ്ക്കാം, പ്രേമിക്കാം, തലോടാം, കെട്ടിപ്പിടിക്കാം. തനിക്ക് കാണണോ? ആ, എങ്കിൽ ഇതാ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. എന്റെ വീട്ടിന്റെ അടുത്തുള്ള കുട്ടിയാ, മോണിക്ക. നീ അവളൊന്ന് വളച്ച് കെട്ടിപ്പിടിക്കും, ഞാനൊന്ന് കാണട്ടെ. ഓക്കെ. അവളുടെ അടുത്ത് ഞാൻ പല നമ്പർ ഓർക്കും. താൻ അതിനൊന്നും കയറി പാരമണിയരുത്. ഓക്കെ? ഞാനായിട്ടൊരു കാര്യം വെക്കുന്നില്ല, അവൾ എന്നെ ധാരാളാണ്. അടിച്ച് കണ്ണ് അവള് പൊട്ടിച്ചോളൂ. അല്ല, ഇതാരാ കായിക്കയോ? എങ്ങോട്ടാ പോണേ? ഒന്നും പറയണ്ട മോളെ, നമ്മളൊരു ആട്ടിനെ വെക്കാൻ ഇറങ്ങിയതാണ്. പാർട്ടി കോഴിക്കോട് നിന്നുള്ള ബസ്സിന് ഇപ്പൊ വരും. മോളെ എങ്ങോട്ട് പോണ്? എന്താ ഇത്? താൻ വൃത്തിയുടെ കാണിക്കണേ? സ്ത്രീകളുടെ ദേഹത്തേക്കാണോ വന്ന് കേറുന്നത്? വൃത്തിയായിട്ടവൻ, മര്യാദയില്ലാത്തവൻ. അടിച്ചെന്റെ കണ്ണു പൊടിച്ചു കളഞ്ഞാൻ. അയ്യോ, കുട്ടിയായിട്ട് ഇനി അത് പൊട്ടിക്കണ്ട. ഇത് നേരത്തെ പൊട്ടിപ്പോയതാണ്. ഞാനൊരു അന്ധനാണ്. അയ്യോ, അന്ധനായിരുന്നോ? യെസ്, 101% ബ്ലൈൻഡ്, പ്യുവർലി വെർജിൻ. എന്താ, വിശ്വാസായില്ലേ? ഞാൻ വിശ്വസിപ്പിച്ചു തരാം. ആരിനെ കണ്ടാ നിന്റെ മുരളിക കേൾക്കുമ്പോ എൻ മനം. ഇതൊരു സിനിമ പാട്ടല്ലേ? അതെ, സാധാരണ കണ്ണില്ലാത്തവര് പാടുന്ന പാട്ടാണിത്. കുട്ടിക്കറിയോ, ഞങ്ങളുടെ ദേശീയഗാനമാണിത്. ആലിനെ കണ്ടാ നിന്റെ മുരളിക. മതി മതി, എനിക്ക് വിശ്വാസായി. അല്ല, കണ്ണ് കാണാത്ത നിങ്ങൾ എങ്ങനെ എത്ര കൃത്യമായിട്ട് എന്റെ കയ്യിൽ തന്നെ വന്ന് പിടിച്ചത്? ഈ കണ്ണിലിരുട്ടാണെങ്കിലും എനിക്ക് അനുഭവത്തിന്റെ വെളിച്ചമുണ്ട് കുട്ടി. വിശ്വാസമില്ലെങ്കിൽ കുട്ടിയുടെ കവിളിൽ ഞാൻ കൃത്യമായിട്ട് തൊട്ട് കാണിച്ചു തരാം. തൊടട്ടെ? അയ്യോ, അതൊന്നും വേണ്ട. പിന്നെ ഞാൻ അടിച്ചതില് വിഷമമൊന്നും തോന്നരുത് കേട്ടോ. ഏയ്, അതൊന്നും സാരമില്ല. ഇതൊക്കെ ഞങ്ങൾ അന്തേഴ്സ് ദിവസം അനുഭവിക്കുന്നല്ലേ. പേരെന്താന്നാ പറഞ്ഞത്? ശിവദാസൻ. അല്ല, കുട്ടി എന്ത് ചെയ്യണു? ഞാനൊരു സോഷ്യൽ വർക്കറാണ്. എനിക്ക് വർക്കില്ല, പക്ഷെ ഞാനാണ് സോഷ്യലാണ്. വിവാഹിതയാണോ? അല്ല. ഞാനും വിവാഹിതനല്ല. ഓ മൈ ഗോഡ്, ഞാൻ നിങ്ങളെ പോലെ ഒരാളെ തപ്പി നടക്കായിരുന്നു. അയ്യോ, ഞാൻ തന്നെ തപ്പി തപ്പി നടക്കുന്നു. ആ എന്നെ എന്തിനാ കുട്ടി തപ്പി നടന്നത്? ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. എവിടുന്ന്? അല്ല, എന്ത് പ്രതിജ്ഞ? സുമുഖനും സുന്ദരനും സൽസ്വഭാവിയുമായ ഒരന്ധനെ കണ്ടുപിടിച്ചേ ഞാൻ വിവാഹം കഴിക്കുള്ളൂന്ന്. എന്നിട്ട് ആരെങ്കിലും കണ്ടുപിടിച്ചോ? ഉവ്വ്. ഓ, ഞാൻ ലേറ്റ് ആയി പോയില്ലേ? ഇല്ല, ലേറ്റ് ആയില്ല. ഞാൻ കണ്ടെത്തിയ ആ ആള് ശിവദാസൻ തന്നെയാ. ഓ മൈ ഗോഡ്, ഞാൻ എന്തൊരു ലക്കിയാണ്. എനിക്ക് എന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അല്ല, ജോലിയില്ലാതെ ശിവദാസൻ ഇവിടെ എങ്ങനെയാ കഴിയണേ? ഞാൻ ഒരു ചിത്രകാരനാണ്. ആണോ? എന്ത് ചിത്രങ്ങളാ ശിവദാസൻ വരയ്ക്കണേ? കാണുന്നതല്ല ഞാൻ വരയ്ക്കും. കണ്ണ് കാണാത്ത താനെങ്ങനെയോ കാണുന്നതൊക്കെ വരക്കണേ? ആരാ ഇടയ്ക്ക് കയറി ചോദ്യങ്ങളൊക്കെ ചോദിക്കണേ? ശബ്ദം കേട്ടിട്ട് ഒരു വൃത്തിയട്ടവനാണെന്ന് തോന്നുന്നു. കേട്ട കുട്ടി, ഞാൻ ജന്മന അന്ധനല്ലായിരുന്നു. പിന്നെ എനിക്ക് 10 വയസ്സ് വരെ കണ്ണ് കാണായിരുന്നു. 10ാം വയസ്സില് ഞാൻ കണ്ണ് തള്ളിപ്പോകുന്ന ഒരു കാഴ്ച കണ്ട് എന്റെ കണ്ണിന്റെ ഫിലിമെന്റ് അടിച്ചുപോയി. അങ്ങനെ ഞാൻ കുരുടനായതും പിറ്റേന്ന് തന്നെ ഞാൻ ചിത്രകാരനായതും. ഇപ്പൊ വേണമെങ്കിൽ കുട്ടിയുടെ ചിത്രം വരയ്ക്കാം. അതെങ്ങനെയാണ്ട് ജനിച്ചിട്ട് ഒരിക്കൽ പോലും കാണാത്ത കുട്ടിയുടെ ചിത്രം ഈ വരയ്ക്കുക? ആരടവൻ? കേട്ടു കുട്ടി, അതെനിക്ക് ദൈവം തന്നൊരു സിദ്ധിയാണ്. വരയ്ക്കുന്ന ആളുടെ മുഖവും ശരീരവും കൈകൊണ്ട് നല്ലോണം തടവി നോക്കിയാൽ മതി. എനിക്ക് വരയ്ക്കാൻ പറ്റും. ഞാനൊന്ന് തടവി നോക്കിക്കോട്ടെ? അങ്ങനെയാണെങ്കിൽ ഞാനല്ല വിളിക്കണേ. ഇന്നൊന്ന് തടവി നോക്കിയിട്ട് എന്റെ ചിത്രം ഒന്ന് വരച്ചാട്ടെ. തന്നെ വരയ്ക്കാൻ എനിക്ക് തടവി നോക്കണമെന്നില്ല. താൻ നിലത്ത് കിടന്നാലും മതി, കാലുകൊണ്ട് ഞാൻ ചവിട്ടി മനസ്സിലാക്കിക്കൊള്ളാം. കുട്ടി, ഞാൻ വരയ്ക്കട്ടെ? ഒന്ന് സ്പർശിച്ചോട്ടെ?
അയ്യോ വേണ്ട, തൽക്കാലം എന്റെ കയ്യിൽ തൊട്ടോളൂ. ഈ കയ്യിന്റെ ഓണറിന്റെ പേര് മോണിക്ക എന്നല്ലേ? അയ്യോ മഞ്ഞ കളർ ചുരിദാറല്ലേ ഇട്ടിരിക്കുന്നത്? അയ്യോ അതെങ്ങനെ മനസ്സിലായി? എനിക്ക് അങ്ങനെ ചില സിദ്ധികളുണ്ട് മോണിക്ക. ഞാൻ സ്മെല് ചെയ്ത് കണ്ടുപിടിക്കും. സ്മെല് ചെയ്ത് കണ്ടുപിടിക്കാൻ പിന്നെ ആരാ, പറ്റിയോ? മോനിക്കയുടെ കൈ പിടിച്ച ശരീരത്തുള്ളത് പറയാൻ പറ്റും, കവിളിൽ തലോടിയാൽ മനസ്സിലുള്ളത് പറയാൻ പറ്റും, കെട്ടിപ്പിടിച്ചാൽ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റും. ഓ അത്ഭുതമായിരിക്കുന്നില്ലേക്കാ. എന്ത് അത്ഭുതം! പെരുവഴിന്ന് ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചാൽ എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കാ പറയാൻ പറ്റാത്ത? ആരെ ഇടക്കേറി സംസാരിക്കുന്നത്? മോനിക്കയുടെ വേലക്കാരനാണോ ഈ മരപ്പട്ടി? എന്റെ വീടിന് തൊട്ടടുത്തുള്ള ആളാ. ആ എനിക്കൊരു ഐഡിയ. ഈ കെട്ടിപ്പിടിച്ചും തടവി നോക്കിയും ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ ശിവദാസന്? പിന്നെന്താ മോണിക്ക, ആ മനുഷ്യന്റെ മുമ്പിലേക്ക് എന്നെ ഒന്ന് നീക്കി നിർത്തൂ പ്ലീസ്. അതെന്തിന്? ഞാൻ അങ്ങോട്ട് നീങ്ങി നിന്നാ പോരെ? പറ്റില്ല, കുട്ടി തന്നെ എന്നെ പിടിച്ചു നിർത്തണം, എന്നാൽ എന്റെ സിദ്ധി ഉണരൂ. വരൂ മോണിക്ക, ടച്ച് ടച്ച്. ഇതെന്ത് ഹലാക്കാണ്? കുട്ടിയല്ലേ നിന്നെ പിടിക്കണേ, നീ എന്തിന് കുട്ടിന്റെ ദേഹത്ത് കയറി പിടിക്കണേ? വിടറാ. സാരമില്ലക്ക, ഒരു അന്ധനല്ലേ, പാവം. ആര്? ആളിവിടെ ഉണ്ടല്ലേ? ഇതെന്താ കായോ? കായല്ല, തല. ഇയാളുടെ തല വെള്ളക്കായ പോലെയും കൈകൾ മുരിങ്ങാക്കായ പോലെ ഇരിക്കുന്നത് കൊണ്ടും ഇയാളുടെ പേര് കായിന്നാകാനാണ് സാധ്യത. ഈശ്വര, കറക്റ്റാണ്. കായിന്ന് തന്നെയാണ് ഇക്കടെ പേര്. ഞങ്ങളൊക്കെ കായ്ക്ക കായ്ക്കാന്ന് വിളിക്കാറ്. കായ്ക്കങ്ങ കായ്ക്ക കായ്ക്കങ്ങ ചായ്ച്ച ചായ്ച്ചഞ്ഞ പായ്പ പായ്പ മാമേമാ. ഇയാൾ ഒരു ആട് കച്ചവടക്കാരനാണ്. അയ്യോ അതും കറക്റ്റ്. ഇയാൾക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യ ഭാര്യ ഇയാളെ വെട്ടിട്ട് ആരുടെ കൂടെ ഓടി. ദൈവമേ, ഇത് എന്തൊരു അത്ഭുതമായത്. ഇയാൾക്ക് മക്കൾ 11, 12, 13, 14. Exactly 14. Fantastic. This is superb, ശിവദാസൻ. ഇനി എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് എന്റെ കാര്യങ്ങൾ കൂടി പറയൂ പ്ലീസ്. വരൂ, വേഗം എന്റെ സിദ്ധി പോകുന്നതിന് മുമ്പ് വരൂ. വേണ്ട വേണ്ട, അത് അപകടമാണ്. എന്താ അപകടം? ഒരു പെൺകുട്ടിക്ക് പല രഹസ്യങ്ങളും ഉണ്ടാവും. അതൊന്നും കല്യാണം കഴിക്കാത്ത അന്യ പുരുഷന്മാർ അറിയാൻ പാടില്ല. അതിന് ഞാൻ അന്യപുരുഷനല്ലല്ലോ, ഞാൻ കല്യാണം കഴിക്കാൻ പോവല്ലേ. അയ്യോ, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. കല്യാണത്തിന് ചേച്ചി കഴിക്കാൻ ഞാൻ മറന്നുപോയി. സാവധാനം അറിയിച്ചാൽ മതി. ഏറ്റവും പ്രധാനം നമ്മുടെ ഇഷ്ടത്തല്ലേ. ഞാൻ കണ്ടതുകൊണ്ട് തീരുമാനിച്ചോണ്ടൊന്നും കാര്യം നടക്കില്ല. എന്റെ ചേച്ചിക്കും കൂടി ഇഷ്ടമായാലേ കല്യാണം നടക്കും. എന്നാ ഓക്കെ. ചേച്ചി ഞാൻ തൊട്ടപ്പുറത്ത് ഇരുത്തിട്ടാ വന്നിരിക്കണേ. ഇങ്ങോട്ട് വിളിക്കണേ. പിന്നെ ചേച്ചി ശിവദാസനെ പോലെ തന്നെയാ, കണ്ണു കാണില്ല. ചേച്ചി 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 നിങ്ങളുടെ വന്നേ. ദേ ഇവിടെ ഒരാളെ കാണാൻ നിൽക്കുന്നുണ്ട്. ഈശ്വര, ചേച്ചിക്ക് ശിവദാസനെ ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ഇനി ചേച്ചിക്ക് ഇഷ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കെട്ടാൻ പോണത് മോണിക്കല്ലേ. മോണിക്കയ്ക്ക് എന്നെ ഇഷ്ടായത് തന്നെ എന്റെ ഭാഗ്യം. അയ്യോ, ശിവദാസനായുള്ള കല്യാണം ആലോചിച്ചത് എനിക്ക് വേണ്ടിയല്ല, എന്റെ ചേച്ചിക്ക് വേണ്ടിയാ. ചേച്ചിക്ക് വേണ്ടിയാ? അയ്യേ, ഈ കണ്ണാണത്തവർക്ക് വേണ്ടിട്ടാണ് എന്നെ കല്യാണം ആലോചിച്ചത്. കണ്ണ് കാണൂലെങ്കിൽ എന്താ, നല്ല പ്രായം ഉണ്ടല്ലോ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ആക്കാലോ. മോണിക്ക് ഒരു കുരുടനെ തപ്പി കണ്ടുപിടിച്ചിട്ടേ കല്യാണം കഴിക്കുന്ന ശപഥം ചെയ്തതോ? ആ, എന്റെ ചേച്ചിക്ക് ഒരു അന്ധനെ കണ്ടുപിടിച്ചു കൊടുത്തിട്ടേ ഞാൻ കല്യാണം കഴിക്കുന്ന ശപഥം ചെയ്തത്. അയ്യോ, ശിവദാസന് ചേച്ചിയെ കാണാൻ പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെയാ ചേച്ചി ഇഷ്ടപ്പെട്ടോന്നറിയാ? അത് സാരല്ല, അതോ കെട്ടിപ്പിടിച്ച് മനസ്സിലാക്കിക്കോളൂ. ആ അത് ശരിയാ, കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ മനസ്സിലുള്ളതും ശിവദാസൻ അറിയാൻ പറ്റും അല്ലേ? എന്റെ സിദ്ധി. എന്താ മോനിക്ക, എന്തിനാ നീ വിളിച്ചേ? ചേച്ചി, ചേച്ചിക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയ ആളാ. ചേച്ചിയെ പോലെ തന്നെയാ, കണ്ണു കാണില്ല, പക്ഷേ ഒരുപാട് കഴിവുകളുള്ള ആളാ. പേര് ശിവദാസൻ. എവിടെ? എന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് നിർത്തുവോ? ഞാനും കെട്ടിപ്പിടിച്ച് മനസ്സിലാക്കിക്കോളാം. എവിടെ പോണം? നിക്കണവിടെ. എവിടെ എവിടെ? ചേച്ചി എവിടെ പോണം? അവിടെ നിക്കുന്നേ. നല്ല ശബ്ദം. ഇവിടെ നിക്ക. ഓക്കെ.
മുന്നിൽ തന്നെ ഉണ്ട് ആള്. എവിടെ എവിടെ? ആ, ഏ, അയ്യേ, എനിക്ക് വേണ്ട ഇയാള്. ആ, എടി, ഈ മനുഷ്യനാണോ നീ എനിക്ക് വേണ്ടി കണ്ടത്? ചേച്ചി. എനിക്കെങ്ങും വേണ്ട. ആ തല തൊട്ടപ്പോഴേ എനിക്കറിയാം അതിനകത്ത് ഒന്നും ഇല്ലാന്ന്. അയ്യോ ചേച്ചി, എനിക്കിനി കല്യാണവും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് കല്യാണം കഴിക്കാനുള്ള മൂടേ പോയി. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരിയായിട്ട് ജീവിച്ചോളാം. ഞാൻ പോകും. അയ്യോ ചേച്ചി, നിക്ക് ചേച്ചി. ശിവശിവ, എനിക്ക് കല്യാണമേ വേണ്ട. അയ്യോ ചേച്ചി, നിക്ക് ചേച്ചി. ചേച്ചി പിന്നെ ശിവദാസ, ചേച്ചിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിച്ചു കേട്ടോ. ഐ എം റിയലി സോറി കേട്ടോ. ഓ, അതൊന്നും സാരമില്ല. ഇറ്റ്സ് മൈ പ്ലഷർ. അല്ല, മോണിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നോട്? ഞാൻ പോട്ടെ, ചേച്ചി ഒന്ന് സമാധാനിപ്പിക്കട്ടെ. ഓക്കെ ചേട്ടാ. അല്ല, ഒന്നും പറഞ്ഞു. ബൈ. ഓ, അത് കയ്യിൽ നിന്ന് പോയി. എടോ കാക്കേ, ഭാര്യന്റെ പൂത്താഗിരി, താൻ എന്താണ് വിചാരിച്ചേ? ഞാൻ ആ കണ്ണുവെട്ടി തള്ളനെ കെട്ടുന്ന? ഭാഗ്യത്തിനെ ഞാൻ അവരെ ഇന്ന് രക്ഷപ്പെട്ടത്. അല്ലാ, രക്ഷപ്പെട്ട വർത്താനം പറഞ്ഞപ്പോഴാണ് ഞമ്മക്ക് ഓർമ്മയത്. പടച്ചോനെ, നമ്മൾ ആട് അതും രക്ഷപ്പെട്ടു എന്നാ തോന്നണേ. ആടെ തനിക്കെന്താ പ്രാന്താണ്? താൻ എവിടെയാണ് ഈ അന്വേഷിക്കുന്നത്? തന്റെ ആടിന്റെ കയറല്ലേ കിടക്കണത്? ശരിയാണല്ലോ. ഓ, നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ആളെ ബേജാറാക്കി കളഞ്ഞല്ലോ ആരെ. രണ്ടോ പോയ മാതിരിയല്ലോ, ഭയങ്കര വെയിറ്റ് ഓടിക്കണല്ലോ. നല്ല തീറ്റ കിട്ടിക്കാണും. അല്ല കായിക്ക, ഈ കോഴിക്കോട് വരുന്ന പാർട്ടിക്ക് എന്തിനാ ഈ മുട്ടനാടിനെ? അറുത്ത് വല്ല കോഴി ബിരിയാണിയോ മീൻ ബിരിയാണിയോ എന്തെങ്കിലും ഉണ്ടാക്കാനായിരിക്കും. അയാൾ എന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, നമുക്ക് നമ്മൾ ആടിന്റെ കാശ് കിട്ടിയാൽ മതി. ആടിനെ കൊണ്ട് ആരെങ്കിലും കോഴി ബിരിയാണി ഉണ്ടാക്കും? എന്ത് പറ്റി? എന്താ എനിക്ക് അല്ല പൊട്ട കടിച്ചോ? സിദ്ധി ഇറങ്ങി ഭ്രാന്ത് കയറിയപ്പോ അന്റെ തൊള്ളക്ക് കരഞ്ഞു പിടിച്ചോ? ആള് കാര്യമായിട്ട് വർത്താനം പറയുമ്പോഴെ പുറമെ തോണ്ടുന്നത്. അപ്പൊ അവർക്ക് തൊള്ളറിഞ്ഞ് പറഞ്ഞു കരടി കരടിയത്. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ, ബാക്കിൽ കരടി കരടി. പഠിച്ചോനെ, അപ്പൊ നമ്മൾ ആട് എവിടെ? ആട് അതിനല്ലേ കരടി വിഴിഞ്ഞേക്കുന്നത്? അതിന്റെ കയറല്ലേ പുറത്തേക്ക് വന്ന് കിടക്കുന്നത്? അമ്മ, അപ്പൊ നീ കോഴിക്കോട് വരുന്ന പാർട്ടിനോട് നമ്മൾ എന്ത് സമാധാനം പറയും? ഒന്നും മിണ്ടാതിരിക്കടോ. കരടി എന്റെ ഓട്ടോറിക്ഷ വിഴുങ്ങാണ്ടിയോ നോക്കട്ടെ. ഓ, രക്ഷപ്പെട്ട്. കാട് വന്നുണ്ട്. കാട് ഇങ്ങോട്ട് വരണോ? അല്ല കാത്ത്. എന്നാ കരടി ഞാൻ കാട്ടിലേക്ക് കയറി പോയിക്കോളുമല്ലോ. ആ കാടല്ല ഈ കാട്, ഇത് ഗാർഡ്, ഫോറസ്റ്റ് ഗാർഡ്. അതന്നെ, ഫോറസ്റ്റ് കാട്ടിലേക്ക് കയറി പോയിക്കോളും കരടി. മിണ്ടട്ടെ. നമുക്ക് രണ്ടാൾക്കും കരടിയുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിക്കാം. അപ്പൊ ഗാർഡ് പിന്നീന്ന് വെടിവെച്ചിട്ടോളും. ശബ്ദം ഉണ്ടാക്കരുത്. വെടി മാറി ഞമ്മക്കൊണ്ട ശബ്ദം ഉണ്ടാക്കാലോ. എന്നെ അങ്ങോട്ട് കൊല്ല്. അല്ല, ഇതാരാണ് തോക്കേറ്റ് തരുന്നത്? അതാണ് ഗാർഡ്. അല്ല, ഇവിടെ പാമ്പുണ്ടോ? ചീറ്റുന്നുണ്ടല്ലോ. പാമ്പല്ല, ഞാനാ. പുറകിലുണ്ട്, തിരിഞ്ഞു നോക്ക്. സാധനം തൊട്ട് പുറകിലുണ്ട്. ആര്? നിങ്ങളാ? നിങ്ങളെന്താ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്നത്? തിരിഞ്ഞു നോക്ക്, തൊട്ട് പുറകില് കരടി. പുറകില് കരടിയാ? ആരുടെ പുറകില് കരടി? ഇവരെന്താ ഈ പറയുന്നത്? കരടി പോയിട്ട് കരടിയുടെ പൂട പോലും ഇവിടെ എങ്ങും ഇല്ലല്ലോ. അയ്യോ, അയ്യോ, കരടി. ഷെയ്ത്താൻ മുറിച്ചോന് അതിന്റെ കയ്യിൽ തോക്കും കൊണ്ടേക്ക് കൊടുത്തു. ഇനി അതങ്ങനെ മേടിച്ചെടുക്കും? നോക്കി നിൽക്കാട്ട് അതിനെ ഇത് മേടിച്ചെടുക്കണോ? ഞാനെങ്ങനെ മേടിച്ചെടുക്കാനോ? ഞാനൊരു ഗാർഡായി പോയില്ലേ. എടാ, അതിനോട് അങ്ങോട്ട് തരാൻ പറ. ഏത് ഭാഷയല്ലേ? കരടി ഭാഷയല്ല. എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ പറഞ്ഞ ഭാഷ അല്ല, വിദ്യയാണ് വേണ്ടതെന്ന്. ഇപ്പൊ എന്തെങ്കിലും ഒരു വിദ്യ ആയിട്ട് അതിനോട് മേടിച്ചെടുക്ക്. ഇവിടെ വിദ്യയല്ല വേണ്ടത്, ബുദ്ധിയാണ്. എവിടെയാ വണ്ടി? ആ, കിട്ടി. നോക്കു കരടി. അല്ലോ, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എന്നെ സമ്മതിക്കണം. കണ്ടോളൂ.
ഭാര്യയെ സമ്മതിക്കണം. ഐഡിയ ചീറ്റിപ്പോയി. വേറെ ഐഡിയ നോക്കാം. എനിക്കൊരു ഐഡിയ. ഞാനിപ്പോ കഴുത്തിൽ വെടിവെക്കും പോലെ വെടിവെച്ച് ചത്തോളൂ.